ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാഡോ അക്കാഡമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ NCERT ക്ലാസ് 6-ലെ ചാപ്റ്റർ സയൻസിലെ ചാപ്റ്റർ നമ്പർ 6 ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, മെറ്റീരിയൽ അറൗണ്ട് അസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ദ മെറ്റീരിയൽസ് യൂസ് ടു മേക്ക് ക്രൂസിബിൾ എ വെസൽ യൂസ് ടു മെൽറ്റ് സബ്സ്റ്റൻസ്. അതിനെയാണ് ക്രൂസിബിൾ എന്ന് പറയുന്നത്. ഒരു വെസൽ മെൽറ്റ് ചെയ്യാൻ, എന്തിനെ, സബ്സ്റ്റൻസസിനെ മെൽറ്റ് ചെയ്യാനുള്ള ഒരു വെസലിനെയാണ് ക്രൂസിബിൾ എന്ന് പറയുന്നത്. ദ മെറ്റീരിയൽസ് യൂസ് ടു മേക്ക് ദ ക്രൂസിബിൾ ആർ ക്ലേ ആൻഡ് അയൺ. അപ്പോൾ ക്ലേയും അയണും യൂസ് ചെയ്തിട്ടാണ് ക്രൂസിബിൾ ഉണ്ടാക്കിയിരുന്നത്. ഇത് രത്ന സമുച്ചയ എന്ന് പറയുന്നൊരു ബുക്കിൽ നിന്ന് കടമെടുത്തിട്ടുള്ള വാക്കുകളാണ്. ഓക്കെ, ശരി, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് വെച്ചിട്ടാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. Okay, any substance that is used to create an object is referred to as a material. ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഏത് സബ്സ്റ്റൻസ് ആയാലും അതിനെ നമുക്ക് മെറ്റീരിയൽ എന്ന് പറയാം. ഓക്കെ, സിമ്പിൾ. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരഗ്രാഫാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് വായിച്ചു നോക്കാം. ദ ഏർലിയസ്റ്റ് പോട്ടറി ഫൗണ്ട് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഡേറ്റ്സ് ബാക്ക് ടു 7,000 to 8,000 ഇയേഴ്സ് ഇൻ ദ ഗംഗ പ്ലെയിൻസ്. ഓക്കെ, ഗംഗ പ്ലെയിൻസിലാണ് ഏർലിയസ്റ്റ് പോട്ടറി എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ. ആൻഡ് ഇറ്റ് ഡേറ്റ്സ് ബാക്ക് ടു 7,000 to 8,000 ഇയേഴ്സ് വരെയൊക്കെയാണ് അത് പഴക്കമുണ്ടായിരുന്നത്. ഗംഗ പ്ലെയിൻസ് ലഹൂറ ദേവ എന്ന് പറയുന്ന സ്ഥലവും പിന്നെ ബലൂചിസ്ഥാൻ, അവിടെ മേഘർഹ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമുക്കിതൊക്കെ കിട്ടിയിട്ടുള്ളത്. എബവ് 4,000 BC, 4000 BC മുതൽ ഓൺവേർഡ്സ് സിന്ധു സരസ്വതിയുടെ ആ ഒരു പ്ലെയിൻസിലൊക്കെ താമസിച്ചിരുന്നവരാണ് ഡെവലപ്പ് ദ ടെക്നീക്സ് ഓഫ് വീൽ ടേൺഡ് പോട്ടറി പ്രൊഡക്ഷൻ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു വീലിൻ്റെ നടുക്കൊരു ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പോട്ടറി ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കൈവച്ച്. ആ ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്ഷനാണ് വീൽ ടേൺഡ് പോട്ടറി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് പിന്നെ പിഗ്മെൻറ്റേഷൻ, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് പ്രൊട്ടക്റ്റീവ് ഓർ ഡെക്കറേറ്റീവ് കോട്ടിങ്സ് കോൾഡ് സ്ലിപ്സ്. ആ ഡെക്കറേറ്റീവ് കോട്ട്സിനെ സ്ലിപ്സ് എന്നാണ് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് കോട്ട്സിനെ സ്ലിപ്സ് എന്നായിരിക്കണം പറഞ്ഞിട്ടുണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ സിന്ധു സരസ്വതി അവിടെ താമസിച്ചിരുന്ന ആൾക്കാർ ഈ ടെക്നിക്സ് എല്ലാം ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ദീസ് ടെക്നിക്സ് became further sophisticated during the Sindhu Saraswati, also known as Harappan civilization. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ ആയ സമയത്ത് കുറച്ചുകൂടെ ഇത് സൊഫിസ്റ്റിക്കേറ്റഡ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയി. വിത്ത് എ ബ്രൈറ്റ് റെഡ് സർഫസ് പെയിൻറ്റഡ് വിത്ത് ബ്ലാക്ക് കളർ ഡിസൈൻസ്. അപ്പോൾ ബ്രൈറ്റ് റെഡ് സർഫസിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ബ്ലാക്ക് കളറിലാണ് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. അതാ കണ്ടല്ലോ, ബ്ലാക്ക് കളറിലുള്ള പെയിൻറ്റിങ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരുന്നത് ഹാരപ്പൻ സിവിലൈസേഷനിൽ. ഓക്കെ, ഡിസ്പ്ലേയിങ് ജിയോമെട്രിക് പാറ്റേൺസ്. അപ്പോൾ ജിയോമെട്രിക് പാറ്റേൺസ് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഷേപ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഷേപ്സ് വെച്ചിട്ടുള്ള പാറ്റേൺസ്. പിന്നെ അക്വാട്ടിക് ഓർ ടെറസ്ട്രിയൽ ആനിമൽസ്, വെള്ളത്തിൽ ജീവിക്കുന്നതോ അല്ലെങ്കിൽ കരയിൽ ജീവിക്കുന്നതോ ആ ടൈപ്സ് ഓഫ് ആനിമൽസിൻ്റെയൊക്കെ പിക്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ദ ക്ലേ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ട്സ്, dishes, bowls and other items were carefully selected and cleaned, sieved and kneaded and turned over a wheel and finally baked in clines. Baked clay is called terracotta. ഓക്കെ, ഒന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ ഈ പോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി അവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കെയർഫുള്ളി അവർ സെലക്ട് ചെയ്തെടുത്ത ക്ലേനെ ക്ലീൻ ചെയ്ത് നീഡൊക്കെ ചെയ്ത്, നീഡ് മീൻസ് കുഴയ്ക്കുക. ഓക്കെ, കുഴച്ചൊക്കെ എടുത്തിട്ടാണ് അവർ ആ വീലിൻ്റെ സെറ്റപ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ വെച്ചിട്ട് അവർ ഇതിനെ ക്രാഫ്റ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിനുശേഷം അതിനെ ബേക്ക് ചെയ്തു. ചൂള എന്ന് പറയും അല്ലേ, നമ്മളെ റെഡ് ബ്രിക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്താണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ സ്ഥലം തന്നെയാണ് ഇത്. ബേസിക്കലി ആ കല്ലുകളൊക്കെ ഉണ്ടാക്കുന്ന, ചൂട് വെച്ച് ബേക്ക് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ബേക്ക്ഡ് ക്ലേ ഈസ് കോൾഡ് ടെറാക്കോട്ട. അങ്ങനെയാണ് ആ ഒരു ബേക്ക്ഡ് ക്ലേനെയാണ് നമ്മൾ ടെറാക്കോട്ട എന്ന് പറയുന്നത്. പോട്ട്സ് വെയർ യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ്. പല പർപ്പസസിന് അപ്പോൾ നമ്മൾ പോട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രം കുക്കിംഗ് ടു സ്റ്റോറേജ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. കുക്കിങ്ങിനും ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റോറേജ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാനും പിന്നെ ഓയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ
നെയ്യ് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇതിനെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. സം വെരി ലാർജ് സ്റ്റോറേജ് ജാർസ് ആൻഡ് അതർ പോട്ടറി ഐറ്റംസ് ആർ എക്സിബിറ്റഡ് ഇൻ ദ നാഷണൽ മ്യൂസിയം ന്യൂഡൽഹി. അപ്പോൾ നാഷണൽ മ്യൂസിയം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അവിടെ പോയാൽ നമുക്ക് വലുതായിട്ടുള്ള ജാർസും പിന്നെ പോട്ടറി ഐറ്റംസും ഒക്കെ കാണാൻ പറ്റുമെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ. ദ മെത്തേഡ് ഓഫ് അറേഞ്ചിങ് ദ ഒബ്ജക്ട്സ് ഇൻ ടു ഗ്രൂപ്പ്സ് ആർ കോൾഡ് ക്ലാസിഫിക്കേഷൻ. നമുക്കിതിനെ വേണമെങ്കിൽ മെറ്റീരിയലിൻ്റെ ബേസിസിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ചിങ്ങിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മെറ്റീരിയലിൻ്റെ ബേസിസിൽ മാത്രമല്ല, ലെങ്ത്തിൻ്റെ ബേസിസിൽ, അങ്ങനെ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ്, ഇവിടെ ഒന്നും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെയാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പോൾ മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് ഷൈനി സർഫസസ് ആർ സെഡ് ടു ഹാവ് എ ലസ്ട്രസ് അപ്പിയറൻസ്. യൂഷ്വലി നമ്മളെ മെറ്റൽസിനാണ് ഈ ലസ്ട്രസ് അപ്പിയറൻസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. നമ്മളൊരു മെറ്റൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അവിടെ നല്ല ഷൈനായിട്ട് ഇരിക്കുമല്ലോ, അതിനെയാണ് ലസ്ട്രസ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. സിമ്പിളാണ്, വേറെ അധികമൊന്നുമില്ല. അപ്പോൾ ഈ മെറ്റൽസ് കുറച്ച് നാൾ നമ്മൾ പുറത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് മോയ്സ്ചറും എയറിൻ്റെയൊക്കെ എഫക്റ്റ് കാരണം ആ ഒരു തിളക്കം അതിന് നഷ്ടപ്പെടും. അതാണ് ഈ തിളക്കത്തിനാണ് കേട്ടോ ലസ്ട്രസ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. ആ തിളക്കം അതിന് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ വീണ്ടും കട്ട് ചെയ്യുകയാണെങ്കിൽ, ഫ്രഷ്ലി കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വീണ്ടും ആ ലസ്റ്റർ തിരിച്ചു വരുന്ന കാണാൻ പറ്റും. ഓക്കെ, സിമ്പിളാണ്. നോൺ ലസ്ട്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഷൈനി സർഫസ് ഇല്ലാത്ത മെറ്റീരിയൽസ്, അത്രേ ഉള്ളൂ. സിമ്പിൾ. പേപ്പർ, വുഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ പേപ്പർ കീറിയാൽ അവിടെ വീണ്ടും തിളങ്ങും, അല്ലെങ്കിൽ പേപ്പർ തിളങ്ങും? ഇല്ല. സിമ്പിൾ കാര്യം. അത്രേ ഉള്ളൂ അവിടെ നമുക്ക് നോക്കാൻ. ഇനി ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് വിച്ച് വി ക്യാൻ സീ ഓർ നോട്ട് സീ ത്രൂ ഓർ നോട്ട് സീ ത്രൂ, അതിനെ പറ്റിയാണ് പറയുന്നത്. ദ മെറ്റീരിയൽസ് ത്രൂ വിച്ച് തിങ്സ് ക്യാൻ ബി ക്ലിയർലി സീൻ ആർ കോൾഡ് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്ലാസ്, വെള്ളം, വാട്ടർ, എയർ. സെലോഫെയിൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേസിംഗ് ഒക്കെ ചെയ്ത്, ഡ്രോയിങ് ഒക്കെ ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചില പേപ്പേഴ്സ് ഉണ്ട്, അതിനെയാണ് സെലോഫെയിൻ പേപ്പർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി അത്രേ ഉള്ളൂ. നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു മീഡിയത്തിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മീഡിയത്തിന് നമ്മൾ ട്രാൻസ്പെറൻറ്റ് മീഡിയം എന്ന് പറയും. സിമ്പിൾ. അടുത്ത മെറ്റീരിയൽ വിച്ച് യു കനോട്ട് ബി ഏബിൾ ടു സീ അറ്റ് ഓൾ, ഒട്ടും തന്നെ കാണാൻ പറ്റാത്ത കാര്യമാണ് വുഡ്. ഇപ്പോൾ ഒരു വുഡൻ ഡോറിൻ്റെ ഇടയിൽ കൂടെ, വുഡൻ ഡോറിൽ കൂടെ നമുക്ക് അപ്പുറത്തേക്കുന്ന ആളെ കാണാൻ പറ്റില്ല. അതിൻ്റെ അതേപോലുള്ള ലൈക്ക് മെറ്റൽ ഡോറ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് അപ്പുറത്തേക്കുന്ന ആളെ കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് ഒപ്പേക്ക് ആയിട്ടുള്ള മെറ്റീരിയലാണെന്ന് പറയാം. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ഉണ്ട്, ട്രാൻസ്ലൂസൻ്റ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് നമ്മളെ ബട്ടർ പേപ്പർ. നമ്മളൊരു ടൈപ്പ് ഓഫ് പേപ്പറാണ്, അതും ഈ ഡ്രോയിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആൾക്കാർ. പിന്നെ കേക്കൊക്കെ പൊതിയാൻ എടുക്കുമെന്ന് തോന്നുന്നു. അങ്ങനത്തെ ടൈപ്പ് ഒരു മെറ്റീരിയലാണ് ബട്ടർ പേപ്പർ. പിന്നെ ഫ്രോസ്റ്റഡ് ഗ്ലാസ്സും അതിന് എക്സാമ്പിളാണ്. ഫ്രോസ്റ്റഡ് ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മഞ്ഞ് സമയത്തൊക്കെ കണ്ണാടിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 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 വാട്ടർ പേപ്പറിൻ്റെ കണ്ടൻറ്റ് കാണുമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ, ഇപ്പോൾ കാറിലേക്ക് ഗ്ലാസ്സിലൊക്കെ നോക്കിയാൽ മതി, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് അപ്പുറത്തേക്ക് നാളെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, എന്നാൽ കാണുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു പ്രോപ്പർട്ടി ആയിരിക്കും ട്രാൻസ്ലൂസൻറ്റ് മെറ്റീരിയൽസ് കാണിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി അടുത്ത ഇതാണ്. ഇനി വാട്ടറിൽ മിക്സ് ആവുന്നതിനെ പറ്റിയുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, മിക്സിങ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഇൻ വാട്ടർ. യു മൈറ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് സം മെറ്റീരിയൽസ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ വെൻ മിക്സ്ഡ് ഇൻ വാട്ടർ. അപ്പോൾ ചില മെറ്റീരിയൽസ് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവും. ഫോർ എക്സാമ്പിൾ ഷുഗർ, സോൾട്ട്, ഇങ്ങനെയുള്ളതൊക്കെ. പക്ഷേ അതേസമയം കുറച്ച് മണ്ണ് വാരി നമ്മൾ വെള്ളത്തിയിട്ടാലോ ഇല്ല, കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവത്തില്ല, അല്ലേ? We can say that materials dissolved in water are called soluble materials. Soluble materials എന്ന് പറയാം. Soluble in water എന്ന് എടുത്തു പറയണം. Some materials do not mix with water. അപ്പോൾ അതിനെ insoluble in water എന്ന് പറയും. അപ്പം വെള്ളത്തിൽ മിക്സ് ആവുന്നതിനെ soluble in water എന്ന് നമുക്ക് പറയാം. വെള്ളത്തിൽ മിക്സ് ആവാത്തതിനെ നമുക്ക് insoluble in water എന്ന് പറയാം. Water plays an important role in the functioning of our body because it can dissolve a large number of materials. അപ്പോൾ നമ്മുടെ ബോഡിക്ക് അകത്ത് വരുന്ന ഒരുപാട് റേഞ്ച് ഓഫ് മെറ്റീരിയൽസിനെ നമ്മളെ വാട്ടറിന് ഡിസോൾവ് ചെയ്യാൻ പറ്റും. അതാണ് വാട്ടറിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ വളരെ വലിയൊരു റോള് നമ്മുടെ വാട്ടർ വഹിക്കുന്നുണ്ട്. അത് നമ്മൾ ടോക്സിൻസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യും. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ടോക്സിൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ,
അടുത്ത നമുക്ക് നോക്കാം. ഓക്സിജൻ ഗ്യാസും വെള്ളത്തിൽ ഡിസോൾവ് ആവും. അപ്പോൾ ഗ്യാസസും വെള്ളത്തിൽ ഡിസോൾവ് ആവും. ഓക്സിജൻ ഗ്യാസ് ഡിസോൾവ് ആവുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആനിമൽസ്, വെള്ളത്തിൽ ജീവിക്കുന്ന മീൻ പോലുള്ള ജീവികൾ, പിന്നെ അക്വാട്ടിക് പ്ലാന്റ്സ്, അതുമൊക്കെ വെള്ളത്തിൽ ജീവിക്കുന്നതിൻ്റെ റീസൺ തന്നെ വെള്ളത്തിൽ ഓക്സിജൻ ഗ്യാസ് ഡിസോൾവ് ആവുമെന്നുള്ള കാരണം കൊണ്ടാണ്. ഇനി നമുക്ക് ORS എന്താണെന്ന് നോക്കാം. ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മുടെ ഒരു ഓറഞ്ച് കളറിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഫ്ലേവർ വരുന്നത്. ഓറഞ്ച് ഫ്ലേവേർഡ് ആയിരിക്കും യൂഷ്വലി. ഇപ്പോൾ ലൈമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഷുവറല്ല. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ORS? പൊതുവേ നമുക്ക് വയറിളക്കമൊക്കെ വരുമ്പോഴാണ് അല്ലേ നമ്മളിത് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മളെ ബോഡിയിലെ മിനറൽസും അതേപോലെ തന്നെ സോൾട്ട് ലെവലും ഒക്കെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ORS യൂസ് ചെയ്യുന്നത്. ഡീഹൈഡ്രേഷൻ മാറ്റാനാണ് ബേസിക്കലി. ദീസ് റെഡിമെയ്ഡ് ORS പാക്കറ്റ് ആർ അവൈലബിൾ ഇൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്. ഒബ്വിയസ്ലി നമുക്ക് അവൈലബിൾ ആണ്, മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. Each packet dissolved in a liter of water before use. If not available, ORS can be prepared at home by mixing 6 teaspoons of sugar and half a teaspoon of common salt in 1 liter of boiled and cooled water. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ 6 ടീസ്പൂൺ ഷുഗറും ഹാഫ് എ ടീസ്പൂൺ കോമൺ സോൾട്ടും ഇട്ട് കഴിഞ്ഞാൽ ORS ആയി. സിമ്പിൾ, അത്രേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്ത എന്താണ് മാസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് പ്രോപ്പർട്ടി. എന്താണ് ഹെവിയർ ഓർ ലൈറ്റർ? അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ മാത്രം ഹെവിനെസ്സിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ വൺ വിച്ച് ഈസ് ഹെവിയർ ഹാസ് മോർ മാസ്. കൂടുതൽ മാസ് ഉണ്ടെങ്കിൽ അത് ഹെവിയർ ആണെന്ന് നമുക്ക് പറയാം. കുറച്ച് മാസ് ഉള്ളെങ്കിൽ ഇത് ലൈറ്റർ ആണെന്ന് പറയാം. മാസും വെയിറ്റും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, വെയിറ്റ് ഈസ് സംടൈംസ് യൂസ്ഡ് ഇൻ കോമൺ ലാംഗ്വേജ് ഫോർ മാസ്. അതാണ് ഇവിടെ പറയുന്നത്. മാസ് അല്ല പക്ഷേ വെയിറ്റിൻ്റെ കൂടെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൂടെ വരുന്നുണ്ട്. അത് ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, പിന്നീട് നമ്മൾ പഠിക്കും. നിങ്ങൾക്ക് ഓൾറെഡി ഇതൊക്കെ അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം മാസിൻ്റെ കാര്യം ഇവിടെ കഴിഞ്ഞു. ഇനി എന്താണ് മാറ്റർ എന്നാണ് ഇവിടെ പറയുന്നത്. എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഇസ് കോൾഡ് മാറ്റർ. സ്പേസും മാസും ഒക്യുപ്പൈ ചെയ്യണ ഒരു കാര്യത്തിനെ മാറ്റർ എന്ന് നമുക്ക് പറയാം. അത്രേ ഉള്ളൂ. ഇനി ദ മാസ് ഗിവ്സ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയാണ് മാസ് ഗീവ് ചെയ്യുന്നത്. അതിന് നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് ഗ്രാം, കിലോഗ്രാം ഒക്കെ. ഓക്കെ, ദ സ്പേസ് ഒക്യുപ്പൈഡ് ബൈ മാറ്റർ ഈസ് ഇറ്റ്സ് വോളിയം. സോ മാറ്ററിൻ്റെ മാസിനെയാണ് ഗ്രാം യൂസ് ചെയ്ത് അല്ലെങ്കിൽ കിലോഗ്രാം യൂസ് ചെയ്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേസമയം മാറ്ററിൻ്റെ വോളിയത്തിന് നമ്മൾ ലിറ്റർ അല്ലെങ്കിൽ മില്ലി ലിറ്റർ യൂസ് ചെയ്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ. നേരത്തെ നമ്മൾ SI യൂണിറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ 7 കിലോഗ്രാം ആണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പാടില്ല. 7 എന്ന് എഴുതിയിട്ട് കിലോഗ്രാം ഇവിടെ കുറച്ച് സ്പേസ് കൊടുത്തിട്ടാണ് എഴുതാനുള്ളത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ ഇനി എന്താണ് നോക്കാനുള്ളത്? ഇനി നമ്മുടെ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ എക്സിസ്റ്റ് ആയിരുന്ന ഒരു സിമിലർ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മളെ SI യൂണിറ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ഇന്ത്യൻ മെഡിക്കൽ ഗ്രൂപ്പ്. ഓക്കെ, സിമിലർ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ആയുർവേദത്തിലുണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും നോയ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം കേട്ടോ. ദ ശ്ലോക പ്രിസൈസ്ലി ടോക്സ് അബൌട്ട്, അതായത് ഇവിടെ ഒരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട്, അതിനെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് ടോക്സ് അബൌട്ട് 20 പ്രോപ്പർട്ടീസ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഓൾ ഫിസിക്കൽ മാറ്റേഴ്സ് ഇൻ ആയുർവേദ. ആയുർവേദത്തിലുള്ള എല്ലാ ഫിസിക്കൽ മാറ്റേഴ്സിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ ആയിട്ട് പറയുന്ന കാര്യമാണിത്. These properties can also be used to describe all living systems. എല്ലാ ലിവിങ് സിസ്റ്റത്തിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എൻവയോൺമെൻറ്റിനെയും പറ്റും, ഫുഡിനെയും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഗുരു, ഹെവിയാണ് ഗുരു എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ലഘു, ഹെവി, ലൈറ്റ്, അറിയാമല്ലോ. അടുത്ത മാണ്ട, സ്ലോ, തീക്ഷ്ണ, ഫാസ്റ്റ്. ഹിമ, കോൾഡ്, ഉഷ്ണ, ഹോട്ട്. സ്നിഗ്ധ, അൺകോട്ടസ്, രൂക്ഷ, ഡ്രൈ. ശലക്ഷ്ണ, സ്മൂത്ത്, ഖര, റഫ്. സാന്ദ്ര, സോളിഡ്, ദ്രാവ, ലിക്വിഡ്. മൃദു, സോഫ്റ്റ്, കഠിന,
ഹാർഡ്. സ്ഥിര സ്റ്റേബിൾ, കാല മൂവിങ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ. സൂക്ഷ്മ സ്മോള് അല്ലെങ്കിൽ സ്ഥൂല ബിഗ് അല്ലെങ്കിൽ അല്ല ഓപ്പോസിറ്റ്. വിഷാട നോൺ സ്ലൈമി, പിച്ച്ഹില സ്ലൈമി. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ ഇതൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല, വരാനുള്ള ചാൻസ് ഒന്നും ഒട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ചാപ്റ്റർ. അപ്പോൾ ചാപ്റ്റർ 6 നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മളെ പ്ലേലിസ്റ്റിൽ നമുക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ PDF ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.